ജനിച്ച് ജീവിച്ച് കടന്നു പോകുന്നവർ പലരും അധികമൊന്നും ബാക്കി വയ്ക്കാറില്ല. പക്ഷേ ജനിച്ച് ജീവിച്ച് ജ്വലിച്ച് കടന്നു പോകുന്നവർ ഒരുപാട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പകർന്നു നൽകിയിട്ടാണ് കടന്നു പോകുന്നത്. ഒരുപാട് ഓർമ്മകൾ ബാക്കി വെച്ചിട്ടാണ് കടന്നു പോകുന്നത്. മഹാത്മാഗാന്ധി ഇന്നും ഓരോ ഭാരതീയൻ്റെയും മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു നല്ല ഓർമ്മയാണ്, ഒരു നക്ഷത്രമാണ്. അദ്ദേഹം പകർന്നു നൽകിയ സന്ദേശങ്ങൾ, അദ്ദേഹം പകർന്നു നൽകിയ അനുഭവങ്ങൾ ഓരോരുത്തർക്കും മാതൃക തന്നെയാണ്. ഇന്ന് ഓരോ ഭാരതീയനോടും ഗാന്ധിജി ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുരുന്നുകൾ മുതൽ പറയും ഗാന്ധിജിയുടെ ഒരു പ്രത്യേകതയെങ്കിലും. അതെ, ഈ രാജ്യത്തെ ചേർത്ത് വെച്ച വീരപുരുഷൻ. വീരോചിതമായ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെയല്ല അദ്ദേഹം ചെയ്തത്. പക്ഷേ ആ പ്രവർത്തനങ്ങളുടെ മറ്റൊരു ഭാവം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു. സത്യവും സ്നേഹവും സാഹോദര്യവും അഹിംസയും ത്യാഗവും സഹനവുമൊക്കെ ജീവിതത്തോട് ചേർത്ത് വെച്ചപ്പോൾ അത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സമരരീതിയായി മാറി. ഈ നാടിൻ്റെ വികസനം, യഥാർത്ഥ വികസനം, അത് സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വലിയ വ്യക്തിത്വം. ഉടുതുണിയില്ലാത്തവർ ഇന്നും ഈ നാട്ടിലുണ്ട് എന്ന തിരിച്ചറിവ് പകർന്നു നൽകിയ വ്യക്തിത്വം. അവർക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്ത വ്യക്തിത്വം. ഗാന്ധി കേവലം ഒരു വ്യക്തിത്വമായിട്ടല്ല ഇന്ന് അവശേഷിക്കുന്നത്. അദ്ദേഹം വലിയൊരു പാഠപുസ്തകമായിട്ടാണ്. ആ പുസ്തകത്തിൻ്റെ ഓരോ പേജിലുമുണ്ട് ഓരോ ഭാരതീയനും പകർത്തി എഴുതേണ്ട നന്മ പാഠങ്ങൾ. അതുതന്നെയാണ് നമ്മളും പകർത്തി എഴുതേണ്ടത്. ഗാന്ധിജിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത് എന്താണ് എന്ന് പഠിക്കുവാനും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങളോട് ചേർത്ത് വയ്ക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട് സ്വതന്ത്രരാകും. കാരണം ഇനിയും നമ്മുടെ നാട് പലതരത്തിൽ പല തലങ്ങളിൽ സ്വതന്ത്രമാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ചിന്തകൾ, നന്മയുള്ള ചിന്തകൾ നമ്മയും നയിക്കട്ടെ. ഗാന്ധി എന്ന പാഠം, ആ ഒരു പാഠപുസ്തകം നമുക്കും ഇടയ്ക്കൊക്കെ ഒന്ന് റെഫർ ചെയ്യാം. നമ്മുടെ ചിന്തകളിൽ വെളിച്ചം വിതറുന്ന ഒരുപാട് ചിന്തകൾ നമുക്ക് അതിലൂടെ ലഭിക്കും. ഗാന്ധിജിയെ ഓർത്തുകൊണ്ട് ഈ ദിനം തുടരാൻ നമുക്ക്. നേരുന്നു ശുഭദിനം.